30 പേർക്കുള്ള അവയിൽ റെഡിയായി, ചോറ് റെഡിയായി. ഇനി നമുക്ക് വിഷു സദ്യക്ക് പോയാലോ? നമ്മൾ താമസിക്കുന്ന ഏരിയയിലത്തെ എല്ലാ മലയാളികളും കൂടിയിട്ടാണ് കേട്ടോ വിഷു ആഘോഷിച്ചത്. ഓരോ ഫാമിലിക്കും 2 ഐറ്റം വെച്ചിട്ട് ഉണ്ടാക്കാനുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ പാക്ക് ചെയ്തിട്ട് നമ്മൾ വീടിന്റെ അടുത്തുള്ള ഒരു ഹാളിലേക്ക് പോവാണ്. അവിടെ എത്തിയപ്പോൾ ഡെക്കറേഷൻസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ചെറിയ രീതിയിലൊരു വിഷുക്കണിയൊക്കെ സെറ്റ് ആക്കുന്നുണ്ട്. വിഷുക്കണിയുടെ അടുത്ത് നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. കുട്ടികൾക്ക് എല്ലാവർക്കും കൈനീട്ടൊക്കെ കിട്ടി. പിന്നെന്താ, അടുത്തത് മെയിൻ ഐറ്റം നമ്മുടെ സദ്യ തന്നെ. വിഷുവിന് പല വീടുകളിലും നോൺ വെജ് ഒക്കെ ഉപയോഗിക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. പക്ഷെ എന്റെ വീട്ടിലൊന്നും ഉപയോഗിക്കാറില്ല കേട്ടോ. അതേപോലെ തന്നെ നമ്മളെല്ലാരും കൂടി കൂടിയപ്പോഴും പ്യുവർ വെജിറ്റേറിയൻ സദ്യ തന്നെയായിരുന്നു. സദ്യയിലെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കറി എന്താണെന്നും കൂടി താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓരോ നാട്ടിലും സദ്യ വിളമ്പണ രീതിയും സദ്യ കഴിക്കണ രീതിയും ഒക്കെ ഭയങ്കര വ്യത്യാസമാണ് അല്ലെ. അപ്പൊ എല്ലാരും കൂടി ഒത്തുകൂടുമ്പോഴേ ഈ ഒരു ചർച്ച എല്ലാ പ്രാവശ്യവും വരാറുണ്ട്. ചില നാടുകളിലൊക്കെ ആദ്യം പരിപ്പ് ഒഴിച്ച് കഴിക്കും, പിന്നെ സാമ്പാർ, പിന്നെ പുളിശ്ശേരി, അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. പക്ഷെ ഞങ്ങള് തൃശ്ശൂർക്കാർക്ക് ആദ്യം സാമ്പാർ തന്നെയാണ് ഒഴിക്കുക. ഇവിടെ ഇപ്പൊ വിളമ്പി വന്നപ്പോ അല്ലാതെ കൂടി ഒരുമിച്ച് വിളമ്പിയോന്നൊരു ഡൗട്ട്. പരിപ്പും സാമ്പാറും ഒക്കെ ഇലയിൽ ഒരുമിച്ചുണ്ടായിരുന്നു. എന്തായാലും ആർക്കും ഒരു വിഷമം വേണ്ടല്ലോ. എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ താഴെ കമന്റ്സിലൂടെ പറഞ്ഞോളൂ കേട്ടോ. ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് എല്ലാവരും കൂടിയിരുന്ന് വർത്താനം പറയലും പാട്ടും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് കുറച്ച് നേരത്തെ ഇറങ്ങേണ്ടി വന്നു, അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ.